ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂലിറ്റൈഡ് ഡേ 3 ധ്യാന ചിന്തയിൽ എത്തി നിൽക്കുകയാണല്ലോ നാം എല്ലാവരും. നമ്മുടെ ഇന്നത്തെ അല്പനേരത്തെ ആത്മീയ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാ 7, 10 മുതൽ 14 വരെ. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾക്കുവിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവമായ കർത്താവേ, അല്പനേരം അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ കർത്താവേ, അങ്ങേ വചനത്തെ ധ്യാനിക്കുവാൻ ദൈവമേ, അങ്ങേ വചനത്തിലൂടെ അങ്ങയുടെ തിരുപ്പിറവിയുടെ സാരാംശത്തെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെ ക്രൂശിൻ്റെ മറവിൽ നിർത്തണമേ. ശ്രവിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ തിരുവചനത്തിൻ്റെ സാരാംശം പകർന്നു നൽകണമേ. സകലം ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് യെശയ്യാവിൻ്റെ 7-ാം അധ്യായം. യഹൂദ രാജാവായ ആഹാസ് രാജാവിനെ ആക്രമിക്കുവാനായി അരാമ്യ രാജാവും ഇസ്രായേൽ രാജാവും യെരൂശലേമിലേക്ക് പുറപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവചനം, ദൈവം സംരക്ഷണം നൽകും എന്ന പ്രവചനം യെശയ്യാ പ്രവാചകനിലൂടെ രാജാവിനെ അറിയിക്കുന്ന വേദഭാഗമാണിത്. അത് അടയാളങ്ങളിലൂടെ ദൈവം കാണിച്ചു നൽകും എന്നുള്ളതാണ്. നാം ഈ വചനങ്ങളിൽ ആഴമായിട്ട് നോക്കുമ്പോൾ ഈ ക്രിസ്മസ് കാലയളവിലേക്ക് നമുക്ക് എപ്രകാരമാണ് ഇതിനെ കണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ആഹാസ് രാജാവ് ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാവർക്കും പറഞ്ഞു വയ്ക്കുന്നതായ ഒരു ഉദാഹരണമുണ്ട്. ഇവിടെ ഒരു അനീതി പ്രവർത്തിക്കുന്ന രാജാവായ പാപിയായ ആഹാസിനോട് ദൈവം ഒരു രക്ഷയ്ക്കായി, ഒരു പുതുക്കത്തിനായിട്ട് ദൈവത്തിൻ്റെ ദൈവവിളി അവിടെ വരുമ്പോൾ ആഹാസിനോട് ദൈവം അവിടെ ഒരു അടയാളത്തിനായിട്ട് ചോദിക്കുമ്പോൾ, പൊതുവേ അടയാളം ചോദിക്കുക എന്നുള്ളത് തന്നെ ഒരു സ്പിരിച്വൽ വീക്ക്നെസ്സാണ്, ഒരു ആത്മീയ ദൗർബല്യമാണ്. പക്ഷേ ഇവിടെ പാപിയായ, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയായി ജീവിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന രാജാവായ ആഹാസിനോട് ദൈവം അത് ചോദിക്കുമ്പോൾ പുതുക്കത്തിനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ദൈവം ആഹാസിന് അത് നൽകുന്നത്. അപ്പോൾ ആഹാസിനോട് ദൈവം അവിടെ പുതുക്കപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ദൈവത്തെ പരീക്ഷിക്കുകയില്ല, ദൈവത്തോട് ചോദിക്കുകയില്ല എന്നും പറയുകയാണ് ആഹാസ് രാജാവ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവ കോപത്തിന് മുഖാന്തരമാക്കുകയും ചെയ്യും. മറിച്ച് ദൈവത്തെ അനുസരിച്ചിരുന്നുവെങ്കിൽ ദൈവം അവിടെ പുതുക്കപ്പെടുവാനുള്ള അവസരമായിരുന്നു ആഹാസിന് നൽകുന്നത്. പക്ഷെ അതിനെ നിരസിച്ചുകൊണ്ട് ആഹാസ് അവിടെ ദൈവത്തെ പരീക്ഷിക്കുകയല്ല എന്നും, താൻ പാപിയായിരിക്കുമ്പോൾ തന്നെ തനിക്ക് പാവമില്ലെന്നും തൻ്റെ പാപത്തെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിച്ച ആഹാസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പലപ്പോഴും ഇപ്പോഴത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകളെ, നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായ തെറ്റുകളെ നമ്മൾ പല ന്യായീകരണത്തിലൂടെയും അത് ശരിയെന്ന് വരുത്തി തീർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ദൈവവിളിക്ക് പ്രശസ്തി ഇല്ലാതെയാവുകയാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ ക്രിസ്തു ജനിച്ചത്, നമ്മളിവിടെ അടയാളത്തെ പറ്റി പറഞ്ഞു. കർത്താവിൻ്റെ അടയാളം, സംരക്ഷണത്തിൻ്റെ അടയാളം, അത് ജീസസ് ക്രൈസ്റ്റാണ്. പിതാവാം ദൈവം പുത്രനായി യേശു ക്രിസ്തുവായി ഭൂമിയിൽ അവതരിച്ചത്, ഗാഗുൽത്ത മലയിൽ തിരുശരീര രക്തം നമുക്കായിട്ട് ദൈവം നൽകിയത് വീണ്ടെടുപ്പിനായിട്ടാണ്, സാൽവേഷന് വേണ്ടിയാണ്. അപ്പോൾ ആ സംരക്ഷണത്തിൻ്റെ അടയാളത്തെ മനസ്സിലാക്കുമ്പോൾ ആണ് നമുക്ക് ദൈവവിളിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൈവവിളിയിലൂടെ പുതുക്കപ്പെടുമ്പോഴാണ് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും ക്രിസ്മസിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൽ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന സംരക്ഷണത്തിൻ്റെ അടയാളത്തെ മനസ്സിലാക്കുവാനും ആഹാസ് രാജാവിനെ പോലെയാകാതെ ദൈവവിളിയെ കേൾക്കുവാൻ, ആത്മീയമായി ദൈവത്തോട് അടുക്കുവാനും ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.